PV അൻവർ ലക്ഷ്യമിടുന്നത് ആരുടെ വോട്ടാണ്? രണ്ട് വ്യവസ്ഥാപിതമായ മുന്നണികൾ നമുക്കറിയാം മാറി മാറി നിലമ്പൂരിൽ MLA ആയിട്ടുണ്ട്. അവിടെ ഇപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കുന്നു. തൃണമൂൽ കോൺഗ്രസ് പുതിയ ഒരു മുന്നണിയൊക്കെ ഉണ്ടാക്കി മത്സരിക്കുമ്പോൾ ആരുടെ വോട്ടാണ് കിട്ടുക? LDFന്റെ വോട്ടാണോ UDFന്റെ വോട്ടാണോ? ആ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ അൻവർ ജനങ്ങളോട് പറഞ്ഞ് കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞ് ആശയത്തോട് പിൻപറ്റുന്ന ജനങ്ങളുടെ വോട്ട് കിട്ടും. ആ നിയോജക മണ്ഡലത്തിലെ അൻവർ പറഞ്ഞത് ഇവിടുത്തെ സാധാരണക്കാരുടെ പ്രശ്നമാണ്, ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ആളുകളുടെ വോട്ടാണ് ഞങ്ങൾക്ക് കിട്ടുക. ഞങ്ങൾ മുൻപ് കാലത്ത് മത്സരിച്ചിട്ടുണ്ട്. PV അൻവർ സ്വതന്ത്രനായിട്ട് 2011 ഏറനാട് മണ്ഡലത്തിൽ മത്സരിച്ചിട്ടുണ്ട്. ഏറനാട് മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ ഒരു പാർട്ടിയുടെയും പിന്തുണയില്ലാതെയാണ് അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് 2011 മത്സരിച്ചത്. അന്ന് അദ്ദേഹം നേടിയ വോട്ട് അവിടെ സ്ഥാനാർത്ഥിക്ക് 3000 വോട്ട് താഴെ ഫിനിഷ് ചെയ്യേണ്ടി വന്നത് അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവത്തിൽ കിട്ടിയ വോട്ടാണ് അഭിലാഷ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഒരാളൊരു കാര്യം മുന്നോട്ട് വെക്കുന്ന വ്യക്തിപ്രഭാവത്തിന് വോട്ട് കിട്ടും. അത് തന്നെയാണ് പിന്നീട് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയില്ലേ? അന്ന് ആ സമയത്ത് നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ എത്ര വോട്ട് അദ്ദേഹത്തിന് നേടാനായി? അന്നും ഒരു പാർട്ടിയുടെയും പിൻബലമില്ല. അതുകൊണ്ട് തന്നെ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ PV അൻവർ മത്സരിക്കുമ്പോൾ അവിടുത്തെ ജനങ്ങൾക്കറിയാം ഈ 9 വർഷക്കാലം 8 വർഷത്തിന് മുകളിൽ അവിടുത്തെ MLA ആയിരുന്ന ബഹുമാന്യനായ PV അൻവറിനെ നിലമ്പൂരിലെ ആളുകൾക്കറിയാം. അദ്ദേഹം എങ്ങനെയാണ് അവിടുത്തെ ജനങ്ങളുമായിട്ട് ഇടപഴകുന്നത്, ജനങ്ങളുടെ പ്രശ്നത്തിൽ എങ്ങനെയാണ് PV അൻവർ സമീപിക്കുന്നതെല്ലാം ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് അവിടുത്തെ ഉത്ഭുതരായ ജനങ്ങളുണ്ട്, അതായത് സാധാരണക്കാരായ ജനങ്ങളുണ്ട്. ആ ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന PV അൻവറിന് അവർ വോട്ട് നൽകി വിജയിപ്പിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. തീർച്ചയായിട്ടും 23-ാം തീയതി അങ്ങനെ തന്നെ റിസൾട്ട് വരുമെന്ന് എല്ലാവർക്കും അറിയാം.